ടു അവർ ഹോം. ഉണ്ടല്ലേ. സോ ഗൈസ്, ഇതാണ് എൻ്റെ വീട്. കഴിഞ്ഞ ഒരു 7 മാസമായിട്ട് പണി കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത്, കഴിഞ്ഞ ഒരു 7 മാസം കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞു എന്ന് പറയണതും എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് പറയണതും ഒക്കെ ഈ വീടാണ്. ചിലപ്പോൾ പഴയ എൻ്റെ വീഡിയോ കണ്ടവർക്ക് അറിയാം, എൻ്റെ വീട് ഒരു ഓടിട്ട വീടായിരുന്നു. പക്ഷെ ഇപ്പോഴും വീട് പുറകിലുണ്ട്. കമോൺ. തുടക്കത്തിൽ തന്നെ ബിഗ് താങ്ക്സ് ടു അവർ കോൺട്രാക്ടർ കുട്ടേട്ടൻ ആൻഡ് ടീം. അതിൽ രതീഷ് ഏട്ടൻ, രാജു ഏട്ടൻ, മോഹനേട്ടൻ, സുധിച്ചേട്ടൻ, അതുപോലെ തന്നെ ബാബു ഏട്ടൻ, എല്ലാവരും കൂടി ഉള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ ആയത് കേട്ടോ. കിട്ടിയോ ഫാമിലിയിൽ കാണുന്ന ഒരു പ്രതിഭാസമാണ് കണ്ണ് തട്ടാതിരിക്കുന്നത്. എന്നെ അതിനാണ് ഇവിടെ നിർത്തിയേക്കണമെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ളത്. കമോൺ. പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ നായ്ക്കൾ കേറില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ചേക്കുന്ന ഒരു സാധനമാണ്. ആ ഓടിയത് വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ? അതെന്റെ അമ്മ. ഇത് നമ്മുടെ സുരേഷ് ബാബു മാമ എനിക്ക് വെച്ചെന്ന, എന്റെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഗൈസ് കോണിംഗ് ബെല്ല് അടിക്കണത്. ഇതൊരു ഫൺ വീഡിയോ ആയിട്ട് മാറിയിരിക്കുകയാണ് ഗൈസ്. ഇതൊരു ഹോം ടൂറിന്റെ അപ്പുറത്തോട്ട് ഒരു ഫൺ. അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് എനിക്കറിയാം, കുറെ പേർക്ക് വീട് തന്നെ ഉണ്ടാവുക എന്ന് പറയുന്ന ഭയങ്കര വലിയ കാര്യം. പക്ഷെ എനിക്ക് ചെറുപ്പം മുതലേ എൻ്റെ വീട്ടിൽ കോണിംഗ് ബെല്ല് ഇല്ല, അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വിഷമമായിട്ടുണ്ടായിരുന്നു. പ്രശ്നമല്ല, ഒരു വിഷമം. കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്കൊക്കെ പോകുമ്പോഴും ഇപ്പൊ കോണിംഗ് ബെല്ല് ഉണ്ടാവും, നമ്മുടെ വീട്ടിൽ കോണിംഗ് ബെല്ല് ഇല്ല, സിറ്റ് ഔട്ട് ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ വീട് വെക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോണിംഗ് ബെല്ല് വേണമെന്ന്. പക്ഷെ ഇവിടെ ആരും വരാത്ത കാരണം, ഇവിടെ ആൾക്കാർ വരുമ്പോഴാണെങ്കിലും ഞാൻ ഇവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ആരും വരാറില്ല. അതുകൊണ്ട് കോണിംഗ് ബെല്ല് ഞങ്ങൾ തന്നെ അടിക്കല്. സോ വെൽക്കം ടു മൈ ഹോം, ഐ മീൻ അവർ ഹോം. വീടിന് പുതിയൊരു പേരിടണം എന്നൊക്കെ ആയിരുന്നു എന്റെ ആഗ്രഹം. പക്ഷെ അതൊന്നും ഗൃഹനാഥ് സമ്മതിച്ചില്ല. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഗൃഹനാഥനെ കാണാം. കമോൺ. സോ മീറ്റ് മൈ മോം. അമ്മയുടെയാണ് ഈ വീട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഫ്രെയിമിൽ കിട്ടുന്നുണ്ടോ അമ്മേ? അപ്പൊ നമ്മളൊന്ന് ഹോം ടൂർ ചെയ്യാണ്. സോ എന്താ വെച്ചാൽ നമ്മള് ഒരു ഓടിട്ട അമ്മയുടെ തറവാടാണിത്. അപ്പൊ അതിനുശേഷം നമ്മള് അതിന്റെ ഫ്രണ്ടിലോട്ട് കുറച്ച് പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പൊ അതിൽ നമ്മൾ ആ പഴയ പോലെ തന്നെ കൊണ്ടുവരാൻ ഒരു പരിധി വരെ നോക്കിച്ചാലും ഭയങ്കരമായിട്ട് നടന്നിട്ടില്ല. സ്റ്റിൽ ഒരു ചെറിയ ഭാഗം, പുതിയൊരു ഭാഗം. അപ്പോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നാണ് ഇത്. എനിക്ക് സോപാനം പടി എന്നാണ് ഇതിന് പറയാ. ഈ അമ്പലങ്ങളിലൊക്കെ ഉള്ള പോലത്തെയാണ് തോന്നുന്നു. അപ്പൊ ഞാൻ ചുമ്മാ എന്തെങ്കിലും ഒന്നൊരു വെറൈറ്റി വേണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിയതാണ്. നമുക്ക് ഇനി അകത്ത് നോക്കാം. ഇതാണ് ഈ വീടിന്റെ നമ്മള് സിറ്റ് ഔട്ട്. ടൈൽസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചാലും ഇത്ര വൃത്തിയിൽ ഇത് ഇട്ടെന്നത് രതീഷേട്ടനാണ്. അതുപോലെ തന്നെയാണ് ബാബുവേട്ടനും ഉണ്ണിയേട്ടനും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടാണ് നമ്മൾ സിറ്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം വേറൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒന്നും ഇവിടെ ഇല്ലാത്ത കാരണം. സീലിംഗിൽ നമ്മൾ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്. ഇപ്പുറത്തെ ജസ്റ്റ് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അത് സ്കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ നാളെ കാറ് മേടിക്കുമ്പോൾ നമ്മൾ വേറെ പോർച്ച് ഉണ്ടാക്കേണ്ടി വരും, കാരണം അവിടെ കാറ് കയറാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലിവിങ് ഏരിയ ഇവിടെയാണ് വരുന്നത്. അതിപ്പോ എന്താ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ ഈ വീടിന്റെ സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ദിസ് ഇസ് ആർ ലിവിങ് ഏരിയ. ഇത് അമ്മയുടെ ഫ്രണ്ട് ജാനകി ടീച്ചർ കൊണ്ടുവന്ന ഒരു ഗിഫ്റ്റ് ആണ്. അപ്പൊ ഞാൻ അന്ന് കണ്ടപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇവിടെ തന്നെ തൂക്കണം. കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ പെർട്ടിക്കുലർലി ആ ഫോട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അപ്പുറത്ത് നിങ്ങൾക്ക് ഒരു സെലിബ്രിറ്റിനെ കാണാൻ പറ്റും. അപ്പുറത്ത് ഞാൻ എന്റെ സന്തോഷത്തിന് എന്റെ ഫോട്ടോ തന്നെ വെച്ചേക്കാം. പിന്നെ പ്ലേ ബട്ടൺ എന്തിനാ ഇവിടെ വെച്ചതെന്ന് എന്റെ റൂമിൽ അത് എനിക്ക് എന്തോ അത് ഇവിടെ വെക്കാനായിരുന്നു തോന്നിയത്. അപ്പൊ പിന്നെ അങ്ങനെ അത് അവിടെ കൊടുത്തു. കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾ ഒന്നും അങ്ങനെ ചെയ്തിട്ടുമില്ല. അതേപോലെ ഇന്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതില് ഇവിടെ ആകെ ഉള്ളത് 2 ഫർണിച്ചറാണ്. ഒരു ടേബിൾ ഉണ്ടായിരുന്നല്ലോ, ഇത് അവിടെ ഒരു ടേബിളും ചെറിയ ടീപ്പോയ് പോലത്തെ ടേബിളും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ പഴയ വീടിന്റെ വാതിലും ജനലൊക്കെ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മരം കൊണ്ട് ഗിരിയേട്ടൻ ഉണ്ടാക്കി തന്നതാണ്. സ്പെഷ്യൽ താങ്ക്സ് ടു ഗിരിയേട്ടൻ. ഗിരിയേട്ടന്റെ കലാവിരുതാണ് ഇതും എല്ലാം. കാരണം പുള്ളി ഒട്ടും വേസ്റ്റേജ് വരാതെ എല്ലാ സാധനങ്ങളും വൃത്തിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അതേപോലെ കയറി വരുമ്പോ നമ്മൾ കണ്ട വാതില്, മെയിൻ ഡോറിന്റെ വാതില്, ലൈക്ക് എല്ലാം പുള്ളിയുടെ പരിപാടിയാണ്. സോ നമുക്ക് വീണ്ടും അകത്തേക്ക് പോവാം. സോ ഇതാണ് നമ്മുടെ ഹാള്. പണ്ടത്തെ വരാന്ത പോലെ അല്ലെ, എടനാഴിയാ, സോറി വരാന്ത എന്നല്ല, എടനാഴിയാണ് ലൈറ്റ്. പണ്ടത്തെ ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മുടെ പഴയ വീട് തന്നെയാണ്. പണ്ടത്തെ എടനാഴികയാണ്, പണ്ടത്തെ കോണിയാണ്. അതേപോലെ വീടിന്റെ മേലൊക്കെ തട്ടൊക്കെ ഇട്ടതാണ്.
പിന്നെ ഓരോരുത്തരായിട്ട് കാണിച്ചു തരാം. അമ്മേനെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസിൽ വന്നിട്ട് അറിയുന്നുണ്ടാവും. പിന്നെ മെയിൻ ഒരു ക്യാരക്ടറാണ് ഇത്, എന്റെ മുത്തശ്ശന്റെ വീടാണ് ഇത്. പിന്നെ അത് അമ്മയുടേതൊക്കെ അമ്മ പറയുന്നുണ്ട് ഇപ്പൊ. അതല്ലാണ്ട് മുത്തശ്ശനാണ്. ലൈക്ക് പുള്ളി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പുള്ളീനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. കാരണം പുള്ളിക്കായിരുന്നു ഭയങ്കര ആഗ്രഹം ആ വീടിനൊരു പൂമുഖം എടുക്കണം. സിറ്റ് ഔട്ട് എന്നല്ലല്ലോ, പണ്ട് പൂമുഖം എന്നല്ലേ പറയാം. അപ്പൊ പൂമുഖം എടുക്കണം കാര്യങ്ങളെന്നൊക്കെ. അപ്പൊ എന്ന് നമ്മള് വിചാരിക്കും പുള്ളി ആയിരിക്കും ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്ന ആള്. ഇത് പുള്ളിയുടെ തന്നെ പഴയ ഒരു പണ്ടത്തെ ചെയ്യുന്ന സമയത്ത് മയിൽവാഹനത്തിലെ കണ്ടക്ടർ ആയിരുന്നു. അപ്പൊ പുള്ളിയുടെ പണ്ടത്തെ ഫോട്ടോ ആണത്. അപ്പൊ നമ്മൾ അത് കിട്ടിയ അന്ന് എവിടുന്നോ കിട്ടിയപ്പോ ഒന്ന് ഫ്രെയിം ചെയ്ത് വെക്കാറ്. പിന്നെ ഇതേപോലെ ഇത് എനിക്ക് ഞാനും എന്റെ അനിയനും എന്റെ അമ്മയും ഞാനും പിന്നെ ഞാനും എല്ലാത്തിലും ഞാനാണ് ഗൈസ് മെയിൻ. ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്താന്ന് ചോദിച്ചാൽ എന്റെ അമ്മ പറയും പൂജാമുറി എന്ന്. ഒരു വലിയ പൂജാമുറി തന്നെ ഉണ്ട് നമുക്ക്. അതില് ഇവിടെ നമ്മുടെ അത്യാവശ്യം കിട്ടാവുന്ന എല്ലാരെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്കങ്ങനെ ഒരു തരത്തിലുള്ള ഇതില്ല. സോ ഇതാണ് പൂജാമുറിയും തട്ടിട്ടതാണ്. കാരണം ആ ഒരു ഇപ്പോഴത്തെ വീട്ടിലൊന്നും ചില വീടുകളിൽ മാത്രമേ ഇത്രയും വലിയ പൂജാമുറി കണ്ടിട്ടുള്ളൂ. നോർമൽ ഇത് ഇപ്പൊ പുതിയ റൂം വന്നപ്പോഴും നമ്മൾ അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റിക്കൂടെ എന്ന് വിചാരിച്ചത് ദിവാനാണ്. ഇത് ഇവിടുന്ന് മാറ്റാത്ത എന്താ വെച്ചാ ഇത് നമ്മുടെ മുത്തശ്ശൻ കിടന്നിരുന്ന ദിവാനാണ്. അപ്പം ഇതൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ മുത്തശ്ശൻ നമ്മള് എപ്പോഴും കൂടെ ഉണ്ട്, അങ്ങനെ ഒരു ഫീൽ തന്നെയാണ് നമുക്ക്. എപ്പോഴും ഞാൻ മുത്തശ്ശന്റെ കാര്യം പറയുമ്പോഴാണ് ഞാനും അമ്മയും ഇമോഷണൽ ആവല്. കാരണം എന്താ വെച്ചാ മുത്തശ്ശൻ ഇല്ലാത്തതിൽ ഞാൻ ശരിക്കും വിഷമിക്കുന്നു. കമോൺ. ഇനി നമുക്ക് അടുക്കള. ഇത് പണ്ടത്തെ വാതിലായ കാരണം ഹൈറ്റ് ഇച്ചിരി കുറവായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് തല ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഇവിടെ വരുന്നവരോട് പറയലുണ്ട്. ഇല്ലെങ്കിൽ തല ഇങ്ങനെ ടക്ക് എന്ന് പറഞ്ഞിരിക്കും. പണ്ടത്തെ ഇത് നമ്മൾ ചട്ടവാതിൽ എന്ന് പറയാം. ഇവിടെ ഒരു ഓട്ടയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും കുഴപ്പമില്ല. പണ്ടത്തെ വാതിലിന്റെ ഫലങ്ങളൊന്നും ഇല്ല കേട്ടോ ഇപ്പോഴത്തെ വാതിൽ എന്ന് പറയുന്നത്. പിന്നെ ഇത് അടുക്കള. ഒരു വീടിന്റെ പ്രധാനപ്പെട്ട സ്ഥലം അടുക്കളയാണല്ലോ. അടുക്കളയിൽ നമ്മൾ വാഷിങ്ങിന് നമ്മുടെ വാഷിംഗ് മെഷീൻ സ്പേസ് ഇവിടെ തന്നെയാണ് ഇട്ടേക്കണത്. ഒരു വാഷ് ബേസ് ഉണ്ട്. കമോൺ. പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം ചിലവർക്കെങ്കിലും. എന്തത് ഇങ്ങനെ വീതി കുറഞ്ഞിട്ട്. ഇത് അതല്ല, വാസ്തുപ്രകാരം ഇവിടെ എന്തോ ഒരു കെട്ട് വേണം. അപ്പൊ പിന്നെ നമുക്കത് ആ കെട്ടില്ലാണ്ട്, ആ വാസ്തുപ്രകാരം ആ കെട്ടില്ലാണ്ട് ഈ വീടിന്റെ അളവൊക്കെ മാറിയപ്പോ അതിന് വേണ്ടിയിട്ട് ഇതിന് കെട്ട് വേണമെന്ന് അവര് പറഞ്ഞത്. നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീട്ടിയെടുത്തില്ലേ. അപ്പൊ വീട് ഇപ്പൊ എക്സ്റ്റെൻഡ് ചെയ്തപ്പോ എന്തോ കണക്ക് മാറി സംതിങ്. അപ്പൊ കൂടുതൽ അത് അമ്മയ്ക്ക് അറിയുള്ളൂ. പിന്നെ അത് നമ്മളെ സ്റ്റീൽ പാത്രങ്ങളുടെ കളക്ഷൻ. അതായത് ഈ വീട്ടിൽ ഒരൊറ്റ ചില്ല് പാത്രം പോലും എനിക്ക് തരാറില്ല ഗൈസ്. എല്ലാം ഞാൻ പൊട്ടിക്കുന്നത് കൊണ്ട്. ഇതൊക്കെ സമ്മാനമാണ് കേട്ടോ ഒരാളുടെ. ഏത് സോറി, സ്റ്റാൻഡ് ഒരാൾ ഗിഫ്റ്റ് തന്നത്. ഞാൻ വിചാരിച്ചു സ്റ്റീൽ പാത്രം അല്ല, സ്റ്റാൻഡ് ഒരാൾ ഗിഫ്റ്റ് തന്നതാ. സ്റ്റീൽ പാത്രങ്ങളാണ് ഇവിടെ എനിക്കൊക്കെ കൂടുതൽ തരല്. കാരണം എന്ത് നല്ല പാത്രം വന്നാലും വിരുന്നുകാർ വരുമ്പോ എടുക്കാന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മ അത് എടുത്തു വെക്കും. അതെല്ലാ വീട്ടിലും കാണാം. പക്ഷെ വിരുന്നുകാരൊന്നും അങ്ങനെ വരലൊന്നും ഇല്ല ഇവിടെ. പിന്നെതാ ഇത് നമ്മുടെ സെറാ സിമെന്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചതാ. എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ ഒരു നിർമ്മിതിയാണ് എന്റെ വീട്ടിലിത്. കാരണം ഇങ്ങനെ സാധനങ്ങളൊക്കെ വെക്കാൻ ഒരു സ്പേസ് ഉണ്ടാവുക എന്നുള്ളത് എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ നിങ്ങള് ഇത് മീഷോന്ന് ഞാൻ കുറെ പാത്രങ്ങളൊക്കെ വാങ്ങിച്ച് ഫില്ല് ചെയ്ത് വെച്ചേക്കാം. എന്നാലും ഇതിന്റെ ഇടയിൽ തെങ്ങിൻ പൂക്കുലാതിലൊക്കെ പഴയ കുപ്പികളൊക്കെ കാണാം. കാരണം എന്റെ അമ്മയ്ക്ക് ഹോർലിക്സ് കോംപ്ലാന്റെ ഒക്കെ പാത്രം വെച്ചാലേ ഒരു ചെറിയ സമാധാനമുള്ളൂ. പിന്നെതാ അടുക്കള പറയണത് ഈ ഒരു ഏരിയ തന്നെയാണ്. പിന്നെ ഫ്രിഡ്ജ് വല്ലാണ്ട് കാണിക്കണ്ട, കാരണം വലിയൊരു സെറ്റപ്പ് ഇല്ല. നമ്മൾ വലിയൊരു അലമാറ പോലത്തെ ഫ്രിഡ്ജ് വാങ്ങിക്കുന്നതായിരിക്കും ഭാവിയിലല്ലേ. നടക്കട്ടെ അതൊക്കെ. പിന്നെ നമ്മൾ അടുക്കള പണ്ട് ഇച്ചിരി കൂടി സ്പേസ് ഫീൽ ചെയ്തിരുന്നു. പക്ഷെ പണ്ട് വീതന പറയാം, നിങ്ങളെ എല്ലാരും അവിടെ എന്താ പറയാൻ എനിക്കറിയില്ല കേട്ടോ. വീതനയാണ് ഉണ്ടായിരുന്നത്. അത് പൊളിച്ചിട്ടാ നമ്മൾ സ്ലാബ് പണിതത്. പിന്നെ ഈ വാതില് പുതുതായി വെച്ചതാണ്. ഇങ്ങനെ ഒരു ഓപ്പണിങ് ഇവിടുന്ന് പുറത്തൊരു ചെറിയ അടുക്കള ഉണ്ട്. നമ്മൾ അടുപ്പൊക്കെ പുറത്താ. അപ്പൊ അതിനു വേണ്ടി അപ്പൊ ഈ ഒരു വാതിലൊക്കെ വെച്ചപ്പോ മൊത്തത്തില് സ്പേസ് ഒന്ന് കുറഞ്ഞു എന്ന് മാത്രം. പക്ഷെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അമ്മ മാത്രമാണല്ലോ അടുക്കളയിൽ കയറുന്നത്, വേറെ കോമ്പറ്റീഷൻ ആരില്ല. പിന്നെ ഈ മിക്സി ഇത് നിങ്ങൾ വ്ളോഗിൽ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. കാരണം ഡിസംബറിൽ ഞാൻ എന്റെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തൊരു സമ്മാനാണ്. പിന്നെ ഞാനത് മനസ്സിലാക്കി, അമ്മമാർക്കാണെങ്കിലും സമ്മാനം കൊടുക്കേണ്ടത് അടുക്കളയിലേക്കുള്ള സാധനം അല്ലാന്ന് അന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ വീട്ടിൽ അന്നൊരു മിക്സി വേണ്ട കാരണം മിക്സി വാങ്ങിച്ച് തന്നേ ഉള്ളൂ. ഇനി നമുക്ക് ജസ്റ്റ് പുറത്തെ ഭാഗം ചെറുതായി കാണിക്കാം. സ്പെഷ്യൽ മീൻകറിയാണ് ഗൈസ്.
ചുവന്ന മീൻകറി. അതെന്താ അമ്മേ നാളികേരം അരക്കാഞ്ഞേ? ഈ മീന് നാളികേരം അരച്ച് വെക്കാൻ പറ്റില്ല. ഇത് സ്റ്റോർ റൂമാണ്. അതൊന്നും വല്ലാണ്ട് തുറക്കുന്നില്ല. എല്ലാ സാധനങ്ങളും നമ്മൾ ബാക്കി വരുന്ന സാധനങ്ങളും അതേപോലെ കുറെ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്ഥലം. ഇത് പിന്നെ നമ്മുടെ വീട്ടില് വിറകടുപ്പ് വരുന്നത് ഈ ഒരു ഏരിയയിലാണ് കേട്ടോ. പിന്നെ ഇതെന്റെ വീട്ടില് ഞാൻ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്ഥലമാണ്. എന്റെ വാഷ്റൂമാണ്. ഇത് വലിയ ബാത്റൂമാണ്. ആക്ച്വലി നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം, വലിയ ബാത്റൂമാണ്. ഈ ബാത്റൂം വലുതായിട്ട് എക്കോ അടിക്കുന്നുണ്ടാവും കേട്ടോ, ചിലപ്പോൾ ക്ഷമിക്കണേ. ഈ ബാത്റൂം വലുതായി എടുക്കുന്നതിന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് ഇത്രയും വലിയ ബാത്റൂം, എന്തിനാ ഇത്രയും വലിയ ബാത്റൂം എന്ന്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇച്ചിരി സ്പേസ് ഉള്ള ബാത്റൂം, നമ്മൾ പണ്ടൊക്കെ ഹോട്ടലിൽ ഒക്കെ പോണ സമയത്ത് അത്യാവശ്യം വലിയ ബാത്റൂം ആയിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്റെ വീട്ടിൽ അങ്ങനെ ഒരു ബാത്റൂം വേണം. ഈ അമ്മ വരെ ഇതിന് ഇച്ചിരി കൂടി നീളം ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങൾ അത് കുറച്ചും കൂടി വെട്ടി ചുരുക്കിയതാണ്. ഇത് ഇച്ചിരി കൂടി നീളം ഉണ്ടായിരുന്നു. യെസ്, ഓരോ വീട് കാണുമ്പോഴും ഞാൻ ഇന്ദുവിനോട് ചോദിക്കും, ഇന്ദുട്ടിയെ നമ്മൾക്ക് എന്നാ ഒരു വീടൊക്കെ അവള് സെറ്റ് ആക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സെറ്റ് ആക്കിയ ഒരു കുഞ്ഞു വീടാണിത്. പിന്നെ ഇത് നമ്മുടെ വീടിന്റെ അതർ സൈഡ്. കമോൺ. കിണറ്. മുത്തശ്ശി എപ്പോഴും പറയായിരുന്നു കിണർ നന്നായി നോക്കണം, കിണറിന് ചുറ്റും നമ്മൾ പുല്ല് പടാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ അത്ര കഷ്ടപ്പെടും. ഇവിടെ ഉള്ളവർക്ക് അമ്മയൊക്കെ ആണെങ്കിൽ ജലധാരയാണ്. മുത്തശ്ശന്റെ വലിയൊരു അതെ, ഇത് കുറച്ച് സാധനങ്ങളാണ് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് കോണി, തട്ട്, അതേപോലെ കിണറൊക്കെ പറയപ്പോഴും അതില്ലെങ്കിൽ വീടില്ല. ശരിയാണ്, ഇവിടെ എല്ലാവർക്കും ഓരോ കിണർ വേണം. ഇച്ചിരി ഒന്ന് കിണറൊന്ന് വൃത്തിയാക്കാനുണ്ട്, അതൊന്നും ആയിട്ടില്ല. പിന്നെ ഇതിന്റെ മറ്റേ സാധനമൊക്കെ ഇടാനൊക്കെ ഉണ്ട്, അതൊക്കെ ഇടും. പിന്നെ ഈ റൂമിലാണ് അമ്മമ്മ ഉള്ളത്. അമ്മമ്മ കിടക്കാന്ന് തോന്നുന്നു. ഇതൊക്കെ പണ്ടത്തെ ഡോറാണ് കേട്ടോ, നമ്മളൊന്നും മാറ്റിയിട്ടൊന്നുമില്ല. പിന്നെ എല്ലാ വീട്ടിലും കാണുന്ന ഒരു മാതൃഭൂമി കലണ്ടർ അല്ല, എല്ലാ വീട്ടിലല്ല, എന്റെ വീട്ടിലെപ്പോഴും മാതൃഭൂമി കലണ്ടറാണ്. മേലേക്ക് കയറി കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗത്തിന് നമ്മളൊരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കിളിവാതിലും വെച്ചിട്ടുണ്ട്. വല്ലതും ഉണക്കാനോ ഇനി എന്തെങ്കിലും പണിയാനൊക്കെ ഇവിടെ സ്പേസ് വെറുതെ ഇട്ടൂന്നേ ഉള്ളൂ. പിന്നെ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നടുമുറ്റൊന്നും ഇല്ലാത്ത പ്രശ്നമല്ലേ. ഇവിടെ ഇങ്ങനെ മഴ പെയ്യേ, പിന്നെ ഇങ്ങനെ തുറന്നിരുന്ന് കണ്ട മഴ വീണ് കാണാം. നമ്മള് മുത്തശ്ശി യൂസ് ചെയ്ത് തന്ന സാധനങ്ങളൊക്കെ നമ്മളിപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇനി അതൊന്നും ഒരിക്കലും നമുക്ക് കിട്ടില്ലല്ലോ. അപ്പൊ മുത്തശ്ശിന്റെ എല്ലാ ഒരുവിധ കണ്ണട എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. ഹലോ ഗൈസ്, ഇനി ഇതാണ് നമ്മുടെ യൂട്യൂബറുടെ റൂം. അതിപ്പൊ ഇച്ചിരി വൃത്തികേടൊക്കെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാ ഞാൻ ഇതൊന്നും എടുക്കല്ലേടാ. പിന്നെ എന്റെ റൂമിൽ എല്ലാ സെറ്റപ്പ് ഉണ്ട് ഗൈസ്. വൈഫൈ, മിറർ. എന്നിട്ട് ഇവിടെ ഒരു 1800 രൂപ കണ്ടേ ആയിട്ടുള്ളൂ ഇത് ചെയ്യിക്കാൻ വേണ്ടി. നമ്മൾ ഈ ഗ്ലാസ് ഷോപ്പിൽ പോയി പറഞ്ഞ് ചെയ്യിച്ചതാ. പിന്നെ ഇതാണ് എന്റെ റൂം, ഇതാണ് ഗൈസ് മൊത്തത്തിൽ. പിന്നെ AC വെക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ അവര് പറഞ്ഞു ഈ വയറിങ്ങിൽ AC നിക്കൂലാന്ന്. കാരണം പണ്ടത്തെ വയറിങ് ആയിരുന്നു. അപ്പൊ ഞാൻ തീരെ എനിക്ക് ടെമ്പറേച്ചർ സഹിക്കാൻ വയ്യാതെ ഞാൻ കൂളർ വാങ്ങിച്ചു. അത് നിങ്ങൾ ഓൾറെഡി വ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അല്ല, ഇപ്പൊ വയറിംഗ് ഒക്കെ ശരിയായി. ഇനി അത് AC-ക്കൊക്കെ സ്വിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ ചെയ്യണം. യെസ്, ഇത് ഞാൻ കണ്ടിട്ട്. ഇത് എന്റെ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. എനിക്ക് കുറച്ച് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉള്ളത് ഐഷു അയ്യർ, അതേപോലെ അമലു, അതേപോലെ റോഷ്ന. മൈലാഞ്ചി ഇടുന്ന നമ്മുടെ ആമി. അവള് പിന്നെ ഭർത്താവിന്റെ കൂടെ പുറത്താണ്. അങ്ങനെ വളരെ കുറച്ച് ഫീമെയിൽ ഫ്രണ്ട്സ് ഉള്ളത്. അപ്പൊ അതിൽ ഒരാള് വാങ്ങിച്ചതാണ് ഇത് കേട്ടോ. അതിൽ രണ്ടാമത്തെ ആള് വാങ്ങിച്ചതാണ് ഇത്. പിന്നെ ദിസ് വൺ എന്റെ റോഷ്ന വാങ്ങിച്ചത്. അങ്ങനെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളൂ. കാരണം അല്ലാണ്ട് എന്നെ റൂം നല്ല വൃത്തികേടാക്കാൻ എനിക്കറിയാം ഗൈസ്. വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എവിടെ കറണ്ട് കണ്ടാലും ബാബുമാമ ചെയ്തു വെച്ചതാണ്. ബാബുമാമേനെ നേരിട്ട് കാണൂ. ഇതാണ് സുരേഷ് ബാബു. ബാബുമാമയാണ് ഇവിടുത്തെ എല്ലാ കറണ്ട് പണിയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ലൈറ്റിന്റെയും എല്ലാത്തിന്റെയും. കുടുംബത്തിലെ ഒരു കുട്ടി തന്നെയാണ്, ആളൊന്നല്ല, ഫാമിലി ഫ്രണ്ട്. എന്റെ റൂമിൽ ചെയ്ത എല്ലാ പരിപാടിയും പുള്ളിക്കാരനാണ് ചെയ്യുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇതാണ് നിങ്ങൾ കുറച്ച് പേരെങ്കിലും എന്നോട് ഭയങ്കര സ്നേഹത്തോടെ ചോദിച്ച എന്റെ ഹോം ടൂർ. പിന്നെ ഈ ഫുൾ വീഡിയോയിൽ മിസ്സായ ഒരാളും കൂടി ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട അനിയൻ ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടില്ല, എക്സാം കഴിഞ്ഞിട്ട്. അവനും കൂടി വന്നിട്ട് എടുക്കാനായിരുന്നു പ്ലാൻ. അവനെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അവന് ഈ പണി നടക്കുമ്പോഴും ഒരുപാട് ഹെൽപ്പ് ചെയ്യലും പരിപാടിയും. പിന്നെ എന്താ പറയാ,
ഫാമിലി എന്ന് പറയുമ്പോ അവനും കൂടി ഇല്ലാതെ ആവില്ലാലോ, കംപ്ലീറ്റ് ആവില്ലാലോ. അപ്പോ ഈ നിമിഷത്തിൽ അവൻ വന്നിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ കോമന്റ്സോ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. പിന്നെന്താ, അത്രേ ഉള്ളൂ. ബൈ.